KTU 2019 സ്കീം CS S7 AI മൊഡ്യൂൾ 2-ൻ്റെ തിയറിയാണ് അവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ടോപ്പിക്കാണ് പ്രോബ്ലം സോൾവിങ് ഏജൻറ്റ്. പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഏജൻറ്റ്സ് നമ്മൾ പറയുന്ന പേരാണ് പ്രോബ്ലം സോൾവിങ് ഏജൻറ്റ്സ്. ഈ ഏജൻറ്റ്സ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഗോളിനെ ബേസ് ചെയ്തിട്ട്. നമ്മൾ ഓൾറെഡി ഒരു ഗോൾ സെറ്റ് ചെയ്യും, അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഗോൾ എന്താണെന്നുള്ളതും അതുപോലെ പ്രോബ്ലം എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. അതാണ് ഗോൾ ഫോർമുലേഷൻ ആൻഡ് പ്രോബ്ലം ഫോർമുലേഷൻ. പിന്നെ നമ്മൾ പറയുന്നത് അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. പ്രോപ്പർട്ടീസ് ഓഫ് എൻവയോൺമെൻറ്റ്. ഇത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സെയിം പ്രോപ്പർട്ടീസ് തന്നെയാണ് കേട്ടോ. ഒബ്സർവബിൾ ആണോ, ഡിസ്ക്രീറ്റ് ആണോ, നോൺ ആണോ, ഡിറ്റർമിനിസ്റ്റിക് ആണോ എന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഒരു വെൽ ഡിഫൈൻഡ് പ്രോബ്ലംസും അതിൻ്റെ കമ്പോണൻസും ആണ് കേട്ടോ. മെയിനായിട്ട് 4 കമ്പോണൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇനീഷ്യൽ സ്റ്റേറ്റ്. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണെന്ത്? ഇനീഷ്യൽ സ്റ്റേറ്റ്. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവിടെ എന്തൊക്കെ ആക്ഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്, അതിനാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. തേർഡ് വൺ ആണ് ട്രാൻസിഷൻ മോഡൽ. ട്രാൻസിഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ ആക്ഷൻസിനെ കംപ്ലീറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന മോഡലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസിഷൻ മോഡൽ എന്ന് പറയുന്നത്. നാലാമത്താണ് ഗോൾ ടെസ്റ്റ്. ഗോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോൾ എന്താണെന്നും അതും പാത്ത് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെടുക്കുന്ന കോസ്റ്റുമാണ് കേട്ടോ. ഇതൊക്കെയാണ് ഒരു വെൽ ഫോംഡ് പ്രോബ്ലത്തിൽ വരുന്ന ബേസിക് കമ്പോണൻസ്. ഞാനൊരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് വൺ ആണ് വാക്വം വേൾഡ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മോഡിൽ ഡിസ്കസ് ചെയ്തിരുന്നു വാക്വം ക്യൂബ്. അതിൻ്റെ വർക്കിംഗ് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ഇനി സ്റ്റേറ്റ്. ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ വാക്വം ക്യൂബ് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുമെങ്കിൽ ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ റൈറ്റിലേക്ക് അല്ലെങ്കിൽ സബ് ഓപ്പറേഷൻ. ട്രാൻസിഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റേറ്റ് സ്പേസ് ആണ്. അത് എവിടെയൊക്കെയാണ് അത് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളത്. എൻ്റെ ഗോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പോർഷൻസ് അല്ലെങ്കിൽ എല്ലാ സ്ക്വയർ ഏരിയ എന്തായിരിക്കണം? ക്ലീൻ ആണോ അല്ലേ നോക്കണം. അതാണ് അതിൻ്റെ ഗോൾ എന്ന് പറയുന്നത്. പാത്ത് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര സ്റ്റെപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ എത്ര വട്ടം ക്ലീൻ ചെയ്തിട്ടാണ് ആ മൊത്തം പോർഷനിൽ നിന്ന് ക്ലീൻ ആയി നോക്കണം. അതാണ് അതിൻ്റെ പാത്ത് കോസ്റ്റ്. നെക്സ്റ്റ് പ്രോബ്ലമാണ് ഒരു 8% പ്രോബ്ലം. അതിൽ കണ്ട് ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ഉണ്ടായിരിക്കും, ഒരു ഗോൾ സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിനെ ഗോൾ സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യണം? എത്തിക്കണം. അപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് കണ്ടില്ലേ, സെൻറ്റർ പോർഷനിലാണ് വാക്കൻറ്റ് സ്പേസ് വരുന്നത്. അത് നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റണം? ഫസ്റ്റ് പൊസിഷനിലേക്ക് മാറ്റണം. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഏത് സ്റ്റേറ്റിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തുടങ്ങാൻ പറ്റും. ഇങ്ങനെ വരുന്ന മൂവ്മെൻറ്റ്സ് ആണെങ്കിലോ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ അപ്പ് ഓർ ഡൗൺ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? മൂവ്മെൻറ്റ്സ് അവിടെ പോസിബിൾ ആയിരിക്കും. ഇനി ട്രാൻസിഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സ്റ്റേറ്റിൽ എടുക്കുന്ന ആക്ഷൻസ്. അപ്പോൾ നമുക്ക് വേറെ ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റുകളിലിട്ട് അതിനാണ് അതിൻ്റെ ട്രാൻസിഷൻ മോഡൽ എന്ന് പറയുന്നത്. ഗോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാലോ നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റും ഗോൾ ടെസ്റ്റും തമ്മിൽ മാച്ചിങ് ആണോ നോക്കുക. അത് രണ്ടും സെയിം വരികയാണെങ്കിൽ അതാണ് നമ്മുടെ ഗോൾ സ്റ്റേറ്റ്. ദെൻ പാത്ത് കോസ്റ്റ് നമ്മൾ എത്ര സ്റ്റെപ്പ് ചെയ്തിട്ടാണ് ഗോളിലേക്ക് എത്തിയത്, അതാണ് അതിൻ്റെ പാത്ത് കോസ്റ്റ് വരുന്നത്. നെക്സ്റ്റ് പ്രോബ്ലമാണ് 8 ക്യൂൻസ് പ്രോബ്ലം. ഇത് നമുക്ക് തന്നെ വെൽ ഡിഫൈൻഡ് ഫോർമാറ്റിൽ പറയാം. 8 ക്യൂൻസ് പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? ഒരു 8 ക്യൂവിനെ നമ്മൾ ഒരു ബോർഡിലേക്ക് എന്ത് ചെയ്യണം? ഇൻസേർട്ട് ചെയ്യണം. ഓരോ ക്യൂൻസും ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ റോയിലും ഓരോ കോളത്തിലും ഓരോ ക്യൂവിനെ വരാൻ പാടുള്ളൂ. അതുപോലെ ഡയഗണലി ക്യൂൻസ് വരാൻ പാടില്ല. അപ്പോൾ ഇതിൽ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്യൂൻസ് ഒന്നും ഇല്ലാത്തൊരു ബോർഡല്ല തരുന്നത്. അതാണ് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ്. ഇനി ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സ്കോറിലേക്ക് എന്ത് ചെയ്യും? ഓരോ ക്യൂൻസിനെ ആഡ് ചെയ്യും. അതാണ് അതിലെടുക്കുന്ന ആക്ഷൻസ്. എൻ്റെ ട്രാൻസിഷൻ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ക്യൂൻസ് ആഡ് ചെയ്യുമ്പോൾ അവിടെ അറ്റാക്കിംഗ് മോഡ് വരാൻ പാടില്ല. അതായത് ആ റോയിൽ വേറെ ക്യൂൻസോ അല്ലെങ്കിൽ ആ കോളത്തിൽ വേറെ ക്യൂൻസോ അതല്ലെങ്കിൽ ഡയഗണലിയോ ക്യൂൻസ് വരാൻ പാടില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ പൊസിഷൻസും ക്യൂൻസിൻ്റെ എന്ത് ചെയ്യാനായിട്ട്? ചേഞ്ച് ചെയ്യാനായിട്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? ട്രാൻസിഷൻ മോഡൽ എന്ന് പറയുന്നത്. ഇനി ഗോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 8 ക്യൂൻസ് നമ്മുടെ ബോർഡിൽ ഉണ്ടായിരിക്കും വേണം. അത് നോൺ അറ്റാക്കിങ്ങും ആയിരിക്കണം. ഓക്കെ. ദെൻ പാത്ത് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് എത്രത്തോളം സ്റ്റെപ്പ് ഐട്രേഷൻസ് പെർഫോം ചെയ്തു അതിനെടുക്കുന്ന കോസ്റ്റിനാണ് എന്ത് പറയുന്നത്? പാത്ത് കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിയൽ വേൾഡ് പ്രോബ്ലംസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് റൂട്ട് ഫൈൻഡിങ് പ്രോബ്ലംസ്. ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിനാണ് പറയുന്നതാണ് ഇനീഷ്യൽ. പിന്നെ എങ്ങനെയൊക്കെയാണോ നമ്മൾ പോകുന്നത് അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എയർലൈൻ ആയതുകൊണ്ട് നമ്മൾ ഫ്ലൈറ്റ് എടുത്തിട്ടായിരിക്കും പോകുന്നത്. ട്രാൻസിഷൻ മോഡൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെയാണോ ട്രാവൽ ചെയ്യുന്നത് അതാണ് അതിൻ്റെ ട്രാൻസിഷൻ മോഡൽസ്. ഇനി ഗോൾ എന്ന് പറയുന്നതോ നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയില്ല, അതാണ് അതിൻ്റെ ഗോൾ ടെസ്റ്റ്. പാത്ത് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് എത്ര സമയം എടുത്തു അല്ലെങ്കിൽ അതിന് വന്ന കോസ്റ്റ് എത്രയാണ്. അപ്പോൾ വെയിറ്റ് ചെയ്ത ടൈം അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടൈം ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്? പാത്ത് കോസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള പ്രോബ്ലംസ് കേട്ടോ. അടുത്തതാണ് VLSI ലേഔട്ട്. ലേഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറേഞ്ച്മെൻ്റ് ആണ്. അതായത് സർക്യൂട്ട് ബോർഡിൽ നമ്മൾ മിനിമം സ്പേസ് യൂസ് ചെയ്ത് മാക്സിമം കമ്പോണൻസിനെ ഉൾക്കൊള്ളിക്കുന്നതിനെ പറയുന്ന പേരാണ് ലേഔട്ട്. അതുകൊണ്ട് അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ മിനിമം സ്പേസിൽ വേണം ചെയ്യാനായിട്ട്. അതായത് കണക്ഷൻസ് ഉള്ള കമ്പോണൻസുകളല്ലേ അടുത്തടുത്തായിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? പ്ലേസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ വയേഴ്സ് യൂസ് ചെയ്തിട്ട് വേണം അവരൊക്കെ കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ വയറുകളൊക്കെ വേസ്റ്റേജ് വരും. അപ്പോൾ അത് നമ്മൾ മിനിമം എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. ഇതിനാണ് നമ്മൾ VLSI ലേഔട്ട് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് അടുത്ത റോബോട്ട് നാവിഗേഷൻ പ്രോബ്ലം. നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ പറയാൻ പോകുന്നതാണ് സെർച്ചിങ് ഫോർ സൊല്യൂഷൻ. സെർച്ചിങ് ഫോർ സൊല്യൂഷനിൽ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് റൂട്ട് നോഡിൽ നിന്നായിരിക്കും. പിന്നെ അതിലുണ്ടാകുന്ന ആക്ഷൻസ് ആണ് ബ്രാഞ്ചസ്. സ്റ്റേറ്റുകൾ എന്ന് പറയുന്ന ആളായിരിക്കും
നോട്ട്സ്. അപ്പോൾ സെർച്ചിങ് മെയിനായിട്ട് 2 ടൈപ്പ് ഉണ്ട്, ട്രീ സെർച്ചും ഉണ്ട്, ദെൻ ക്രാഫ്റ്റ് സെർച്ചും ഉണ്ട്. അതിൻ്റെ പ്രോബ്ലംസാണ് നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി വർക്കൗട്ട് ചെയ്തത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് മെഷറിംഗ് പ്രോബ്ലം സോൾവിങ് പെർഫോമൻസ്. അതായത് ഒരു പ്രോബ്ലത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് 4 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ്. അതാണ് കംപ്ലീറ്റ്നെസ്, ഒപ്റ്റിമാലിറ്റി, ടൈം കോംപ്ലക്സിറ്റി ആൻഡ് സ്പേസ് കോംപ്ലക്സിറ്റി. ഇത് 4 നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പഠിച്ചു. അതായത് ഓരോ മെത്തേഡിൻ്റെയും പെർഫോമൻസ് അനാലിസിസ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഓരോന്നും എന്താണെന്ന് പറയുന്നതാണ് കേട്ടോ. അടുത്താണ് ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ. ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് നമ്മൾ ഗോൾ സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനെ പറയുന്ന പേരാണ് ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ. ഇനീഷ്യലി ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ നമുക്ക് ഏതൊക്കെ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചാലാണ് ബെസ്റ്റ് സൊല്യൂഷൻ കിട്ടുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോ പ്രോബ്ലം കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡിഫറെൻറ്റ് വേയിൽ സോൾവ് ചെയ്ത് നോക്കണം. എന്നിട്ട് ആ ഡിഫറെൻറ്റ് വേസിൽ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ഏതാണോ അത് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ആ ബെസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ പറയുന്ന പേരാണ് ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ. ഒരു ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത് 2 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ്. അതാണ് അഡ്മിസിബിൾ ഹ്യൂറിസ്റ്റിക് ആൻഡ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രോബ്ലത്തിനും നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കുമല്ലോ. ആ ഗോൾ സ്റ്റേറ്റിലേക്ക് എത്താൻ വേണ്ട സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ആ കൺസിസ്റ്റൻസി സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അടുത്താണ് അഡ്മിസിബിൾ ഹ്യൂറിസ്റ്റിക്. ഇതിലെപ്പോഴും നമ്മൾ ബെസ്റ്റ് ഫംഗ്ഷനെ ആയിരിക്കും ഡിസൈഡ് ചെയ്ത് എടുക്കുന്നത്. അതായത് കറണ്ട് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ബെസ്റ്റ് സൊല്യൂഷനാണെന്ന് പറയാൻ പറ്റില്ല. ഏത് വാല്യൂ അപ്ലൈ ചെയ്താലും സൊല്യൂഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബെസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതാണ് അഡ്മിസിബിൾ ഹ്യൂറിസ്റ്റിക് പ്രോപ്പർട്ടി.